ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ക്രാഫ്റ്റിൻ്റെ കീസിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൾട്ടിപ്ലെയറിലാണ് കളിക്കുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ LMNLU ബ്രോ ഉണ്ട്. LMNLU ഇപ്പം ഇല്ല, ഇപ്പം എവിടെയാണെന്നറിയത്തില്ല. ഇത് LMNLUവിൻ്റെ ഇതാണ് വേൾഡ്. ഞാൻ ഇതിനകത്ത് കയറി അല്ല, എൻ്റെ വേൾഡാണ്, എൻ്റെ അല്ലുവിൻ്റെ LMNLUവിൻ്റെ മൾട്ടിപ്ലെയർ. എൻ്റെ അമ്മോ, ഇതെന്തോ എൻ്റെ വീട്ടിലോട്ട് നടന്നെത്തണം. എൻ്റെ LMNLUവിൻ്റെയും വേറെ വേറെ ബേസാണ്. ഇന്ന് നടത്തത്തില്ല, അവിടെയൊക്കെ എത്തിയിട്ട് കാണാം ബേസ്. ഇതിന്നൊന്നും എത്തുമെന്ന് തോന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എത്തി. ഇത് ഞാൻ ഇത്ര നേരം കാത്തിരുന്നത്. ഇതാണ് എൻ്റെ ബേസ്, LMNLUവിൻ്റെ ബേസ് കാണിച്ചു തരാം. അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക. എനിക്ക് എൻ്റെ ഇതിനകത്ത് വല്ല ഇതുകൊണ്ടാണ് കേട്ടെ. ഷിയർ അല്ല, എൻ്റെ ഷിയർ ചെയ്ത് എനിക്ക് ഇതെല്ലാം വളരുന്നില്ല. നമ്മൾ ഇച്ചിരി മെക്കാനിക്കുള്ള നമുക്കെല്ലാം അറിയാം. ഇതൊന്നും ഞാൻ ബ്രെഡാക്കാൻ പോകുന്നില്ല. പിന്നെ ബ്രെഡാക്കട്ടെ എന്തിനാ, ബ്രെഡാക്കിയിട്ട് പിന്നെ മാത്രമേ ഉപകാരപ്പെടും. ആയിക്കഴിഞ്ഞാൽ ഷീപ്പിന് നമുക്ക് കൊടുക്കാം. ഷീപ്പിൻ്റെ കയ്യിൽ ഇവിടെ എന്തുവാണ് പിള്ളേരൊക്കെ ഇരിക്കുന്നതാണ്. ഓക്കെ, ഷിയർ ചെയ്യാൻ തുടങ്ങാം. ഷിയർ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഷിയർ എല്ലാം പൊട്ടി. അതുകൊണ്ട് നമുക്ക് അയൺ കൊണ്ട് നമുക്ക് ഷിയർ ഉണ്ടാക്കാം. ഒന്നാമതി ബ്രോ, നിങ്ങൾക്കൊരു കാര്യം അറിയാവാ, ഓയിലൊക്കെ എൻജാൻമെൻറ്റിങ് ആയിട്ട് അതൊക്കെ ഇച്ചിട്ട് ഇടാൻ പറ്റത്തില്ലെന്നായിരിക്കും. ഇടാനൊക്കെ പറ്റുമെന്ന് അറിയാം. അൺബ്രേക്കിൻ്റെ വെറുതെ എൻ്റെ ലെവല് പോയി. അങ്ങനെയാണെന്നറിയാം. ഞാൻ എൻജാൻമെൻറ്റ് ഇവിടെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ എൻജാൻമെൻറ്റ് ടേബിളിൽ വെച്ച് ലാപ്പിട്ട് കൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോയി ഞാൻ LMNLUവിൻ്റെ ബേസ് കാണിച്ചു. ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് അല്ല എടുക്കുന്നതിൻ്റെ കാര്യം എല്ലാ ഇതും വേണ്ടേ. നമ്മൾ ഞം തിരിച്ചു പോട്ടെ. ഇവിടെ ഓക്കെ. ഇപ്പം എത്രയായി? 30 ഇത്ര എനിക്ക് LMNLUവിൻ്റെ ബേസിൽ പോയി കാണിച്ചു തരാം. ഫുഡ് അവിടെ നമുക്ക് ഇച്ചിരി ബോട്ടുണ്ടാക്കാം. അല്ല, ബോട്ടൊക്കെ ഉണ്ട്. നമുക്ക് LMNLUവിൻ്റെ ബേസിൽ പോവാം. LMNLU ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഉണ്ട്. നമ്മൾ ഇത് ഉണ്ടാ, എൻ്റെ ബേസ് ആയിരുന്നു. LMNLU അവിടെ ഒരു ഡീല് പറഞ്ഞു. അത് എന്തായിരുന്നു ഡീല്? ഓർക്കുന്നേ ഇല്ല ഡീൽ എന്തുവായിരുന്നു. ഡീല് വെച്ചായിരുന്നു എന്തോ അയണല്ലല്ലോ. എന്തോ ഒന്ന് തന്നപ്പോൾ ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തു. എൻ്റെ പുരയുടെ എന്നിട്ട് ഞാൻ അവൻ്റെ പേരിലോട്ട് എഴുതി കൊടുത്തു. സ്വത്തെല്ലാം എഴുതി കൊടുത്തു. അവൻ എന്തുവാ തന്നതെന്ന് എനിക്കറിയത്തില്ല, മറന്നു പോയി. അപ്പോൾ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് എൻ്റെ പകുതിയോ LMNLUവിൻ്റെ പകുതിയോ ഇതിൻ്റെ അതെ, ഇത് LMNLUവിൻ്റെ ഇത്. ഇവിടെ ഒരു സീക്രട്ട് സ്ഥലമൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കാൻ പോകേണ്ടി. അത് നമുക്കെടുക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ ബേസ്. ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ വേറെ പകുതി ബേസ്. ഇതാണ് LMNLUവിൻ്റെ റിയലായിട്ടുള്ള ബേസ്. LMNLU ഇപ്പോൾ LMNLUവിനെ വിളിക്കാം. LMNLU വാടാ, ഓൺലൈന് വാടാ, നിൻ്റെ വീട്ടിൽ വന്ന് കാത്തിരിക്കടാ. അതെ LMNLU. ഇത് സ്കിന്ന് ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കാണത്തില്ല. ഒന്ന് ഇറങ്ങിയാടാ, ഇറങ്ങടാ. ഇറങ്ങത്തില്ലെന്ന് പോടാ. അയ്യാത്തവനോ എന്നായോ എൻ്റെ ബേസ്. ഞാനെത്തും ഫസ്റ്റ് കണ്ടോ. ഫുഡുണ്ടോ? അയ്യോ, ഞാൻ ഫുഡ് എടുക്കാൻ പറഞ്ഞു.
എടാ എലമെന്റിൽ ഫുഡുണ്ടാ? ഫുഡ് അതെ അൾട്രോൻ്റെ അടുത്ത് കെഞ്ചി ചോദിക്കുന്ന പോലെ ഫുഡ്. അയ്യോ സുധിയണ്ണ, സോറി ഗൈസ്, ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയപ്പോൾ പോയതാ. ഈ സുധിയൻ്റെ ഫാൻസ് എന്നിട്ട് തബല കൊട്ടുന്ന പോലെ. സുധിയണ്ണൻ്റെ ഫാൻസ് എത്ര എണ്ണം ഉണ്ട്? തോന്നുന്നുണ്ട്. എടാ ബെഡിൽ കിടന്ന് തുടങ്ങിക്കേ, ബെഡില്ല. നൈസ്. എടാ ഇച്ചിരി നൂള് തന്നെടാ, ഒരു ബെഡ് ഉണ്ടാക്കി തന്നെ. ഇവിടെ എല്ലാ ബെഡും ഉണ്ട്. ഒരു ഇതും ഒരിതും എടുക്കുവാണേ. അല്ല 3 വേണമല്ലേ? ഒന്നെടുത്തോട്ടെ. എന്താണ് ഇങ്ങനെ ഒരു ചെറിയ ബ്ലൗസ് അല്ലേ എടുക്കണം? ഇതിങ്ങനെ നീ അയ്യോ എന്തോ ഇങ്ങനെ. ഓ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കി. ഉറങ്ങ് ഭയങ്കര. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് എലമെന്റിൻ്റെ ബേസ്. നൈസ് ബേസ്. ഇവിടെ ഷീപ്പ് ഫാർമൊക്കെ ഉണ്ട്. പകുതി സ്ഥലത്ത് വൈറ്റും പകുതി സ്ഥലത്ത് ബ്ലൂ ആൻഡ് ഗ്രീൻ. ഡീല് പറ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഡീൽ ഏതായിരുന്നെന്ന്. 2 സ്റ്റാക്ക് വോക്ക് ലോഗ് അല്ല 5 ആയിരുന്ന 2 ആയിരുന്നു. എത്രയോ സ്റ്റാക്ക് വുഡ് തരുവാന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ഡീല് അപ്പുറത്തെ ആ ബേസ് എനിക്ക് അപ്പുറത്തെ ബേസിലൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത് എഴുതി കൊടുത്തു. ഇതാണ് അവൻ്റെ കുതിര. പേരെന്തു വരുന്നടാ? ആ പേരെന്തുവാണ്? അയ്യോ കിണറ്റി ചാടിയാനിപ്പോൾ. കിണറ്റി ചാടിയിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ കെട്ടിയിടട്ടെ, അല്ലെങ്കിൽ എലമെൻ്റ് ബ്രോ എന്നെ കെട്ട് താങ്ങിക്കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി ഇവിടെ കെട്ടിയാണ്. ഈസിയൊക്കെ കെട്ടിയിട്ടാലേ ഇത് കിടക്കട്ടെ. ഇനി എലമെൻ്റ് എടാ നീ എവിടെ എലമെൻ്റ്? ഇതാണ് കോപ്പർ കോളം, പുതിയ അപ്ഡേറ്റാ. പിന്നെ ഇപ്പം തന്നെ നോക്കിയിരുന്നു. എന്താ എന്തൊക്കെ കഷ്ടപ്പാടയ്യോ. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു മറന്നു. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു ഡീല് എലമെൻ്റ് പറഞ്ഞിട്ടുണ്ട്. 5 സ്റ്റാക്ക് സാൻഡ് എടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വൂള് തരാം. ലൈറ്റ് ബ്ലൂ ഒക്കെ ഉള്ളു. നമുക്കത് ഡീല് ഈ വീഡിയോ അതിനോട്ട് ചെയ്യാം. ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ കാണിച്ചു. പിന്നെ എന്തിനാ എൻ്റെ വില്ലേജ് കാണിച്ചിട്ട് പോവാം. ആ എലമെൻ്റിൻ്റെ വില്ലേജ് കാണിച്ചു. പിന്നെ എൻ്റെ വില്ലേജ് ഇതാണ് ഞാനുണ്ടാക്കിയ എൻ്റെ കസ്റ്റം വില്ലേജ്. വെറുതെ കേസ്. ഇത് റാൻഡായിട്ട് സ്പോണാകുന്ന വില്ലേജ്. തള്ളി മറിക്കങ്ങോട്ട്. ഒരു മോഡ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. സ്വിച്ച് മോഡുണ്ട് ഇതിനകത്ത്. ഓഫാക്കിയ ഇത് ഗ്രാസ് ഇതിനകത്ത് എങ്ങനെയാണെന്നറിയത്തില്ല. സ്വിറ്റ് മോഡ് ഏതാണെന്ന് അറിയത്തില്ല. എങ്ങനെയാ സ്വിറ്റ് മോഡ്? എലമെൻ്റിൽ എങ്ങനെയാ സ്വിറ്റ് മോഡ്? ഇങ്ങനെ അറിയത്തില്ലാതെ സ്പേസ് അടിക്കണം. സ്പേസ് ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യാനാ? ഇതാണ് എൻ്റെ വില്ലേജ്. ഇതിനകത്ത് ഈ സീഡ് കോസ്റ്റ് വില്ലേജ് എന്നായിരുന്നു. അത് ഇവിടെ ഇപ്പം 3 ഡയമണ്ട് ഓടിക്കണം. പണ്ട് മറ്റേ ഇതായിരുന്നു ഓടിക്കണം 9. അപ്പോൾ അത് ഇതായി കുറച്ച്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.